ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് ഭീകര സംഘടനയായ ദ റെസിഡന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ എ തൊയ്ബ അനുകൂല സംഘടനയാണിത്. ലഷ്കറിനെതിരെ ആഗോള അടിസ്ഥാനത്തിൽ നടപടിയുണ്ടായപ്പോൾ തട്ടിക്കൂട്ടിയ സമാന്തര സംഘടനയാണ് TRF എന്നും ആരോപണമുണ്ട്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം TRFിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സംഘടനയ്ക്ക് പിന്നിലും പാക് ചാര സംഘടനയായ ISI ആണെന്ന ആരോപണമുണ്ട്. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും ചെയ്തതിനു ശേഷമാണ് TRF രൂപീകൃതമായതെന്ന് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. LETയുമായി ബന്ധമുള്ള സാജിദ് ജാഡ്, സജാൽ ഗുൽ, സലീം റഹ്മാനി എന്നിവരാണ് TRFിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച TRFിന് ടെലിഗ്രാം, വാട്സ്ആപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ടാം തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്യുന്നുണ്ട്. കുപ്വാരയിൽ ഭീകരബന്ധമുള്ള ചിലരെ ജമ്മു കശ്മീർ പോലീസ് പിടികൂടിയപ്പോഴാണ് പുതിയ സംഘടനയുടെ ഉദയത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിച്ചത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരർ ഉപേക്ഷിച്ച ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ശേഖരവും പോലീസ് കണ്ടെത്തിയിരുന്നു. 2020 മുതലാണ് അക്രമങ്ങളുടെ ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും TRF മാത്രമായിരുന്നു അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത്. 2024 ഒക്ടോബർ 20 നടന്ന ഗന്ദർബലിലെ സോനാമാർഗ് ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം TRF ഏറ്റെടുത്തിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി TRF ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രചരണം നടത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാനിൽ ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മരുന്നുകളും കടത്തുക എന്നിവയിലും TRFിന് ബന്ധമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു. ആളുകളുടെ പേര് ചോദിച്ച് കൃത്യമായി മതം മനസ്സിലാക്കിയാണ് ഭീകരർ വെടിയുതിർത്തത്. കൃത്യമായ ഹമാസ് മോഡൽ ജിഹാദ് ആക്രമണമാണ് നടന്നത്. ഇതിനെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കണമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹമാസ് ഗസ നിവാസികളുടെ തീരാശാപമാണെന്ന് പറയുന്നത് പോലെ പാകിസ്ഥാനും ഭീകരരും കാശ്മീരികളുടെ തീരാശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും ഒരു നാടിനെയും ഒരു ജനതയെയും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ പട്ടാള ബൂട്ടുകൾക്കിടയിൽ രക്ഷപ്പെട്ടു സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും വെളിച്ചം വരുന്ന കശ്മീരിനെ വീണ്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് ഇവരുടെ നീക്കമെന്ന് വ്യക്തമാകുന്നു.